കുളിക്കും മുൻപ് സ്വർണ്ണമോതിരം ഊരി വയ്ക്കണോ? ഇതറിയൂ. ഇന്നത്തെ കാലത്തും സ്വർണ്ണാഭരണങ്ങളുടെ പ്രിയം ആർക്കും കുറഞ്ഞിട്ടില്ല. എത്ര വില കൂടിയാലും ഡിമാൻഡുള്ള വിപണിയാണിത്. കയ്യിൽ ഒരു സ്വർണ്ണമോതിരമെങ്കിലും ഇല്ലാത്തവർ കാണില്ല. മോതിരമോ ചെയിനോ ധരിച്ച് കുളിക്കാറുണ്ടോ? ഇത് നിങ്ങളുടെ ആഭരണങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് അറിയാമോ? ഒന്നാമതായി, വെള്ളത്തിന് സ്വർണത്തിൽ യാതൊരു സ്വാധീനവുമില്ലെന്നും സ്വർണം ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കുന്നില്ലെന്നും പറയാം. കൂടാതെ ശുദ്ധമായ സ്വർണം പ്രവർത്തനരഹിതമാണ്. അത് സ്വർണത്തിൻ്റെ നിറം മാറ്റുകയോ തിളക്കം കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ സ്വർണം തികച്ചും ശുദ്ധമായിരിക്കണം. വെള്ളവും ശുദ്ധമായിരിക്കണം എന്നതാണ് അതിൻ്റെ പ്രധാന വ്യവസ്ഥ. ആഭരണത്തിൽ 22 കാരറ്റ് സ്വർണവും വെള്ളത്തിൽ ഉപ്പും ക്ലോറിനും അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. ഇത് സ്വർണത്തെ ബാധിക്കും. പൊതുവെ ആഭരണങ്ങളിൽ ശുദ്ധമായ സ്വർണം അടങ്ങിയിട്ടില്ല. മറ്റു ലോഹങ്ങളും ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. വെള്ളം ഈ ലോഹങ്ങളെ ബാധിക്കുന്നു. ജലവുമായുള്ള തുടർച്ചയായ സമ്പർക്കം ഈ ലോഹാഭരണങ്ങളുടെ തിളക്കത്തെ ബാധിക്കും. ഇത്തരം സാഹചര്യത്തിൽ കുളത്തിൽ കുളിക്കാനോ കടലിൽ കുളിക്കാനോ പോവുകയാണെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക. കുളിച്ചതിന് ശേഷം എല്ലായ്പ്പോഴും നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ശരിയായി ഉണക്കുക. അമിതമായ ഈർപ്പം ആഭരണങ്ങളെ മോശമായി ബാധിക്കുന്നു.